ലോകമഹാത്ഭുതമാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. എന്തോ പറ്റി? പതിവില്ലാണ്ട് ചായ ഇടുന്നു. ആഹാ, ചുരിദാറൊക്കെ ആണല്ലോ. അതെ, മഴയൊക്കെ അല്ലേ, അപ്പൊ നല്ല തണുപ്പ്. ഞാൻ വിചാരിച്ചു ഇത്ര കയ്യൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കാൻ. പിന്നെ അത് മാത്രല്ല, നല്ല മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായ പറ്റുവാണെങ്കിൽ നല്ല ചൂട് പരിപ്പോടെയും കൂടെ കിട്ടുവാണെങ്കിൽ കിട്ടും. സൂപ്പർ ആയിരിക്കും. എന്തായാലും കട്ടൻ ചായ ഉണ്ടാക്കുമല്ലോ, പരിപ്പോടെയും കൂടെ ഉണ്ടാക്കുമോ? അയ്യോ, അതിനുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ല. ഞാൻ എടുത്തു തരാം. ഞാൻ എടുത്തു തരാം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. പറയണ്ടായിരുന്നു. അല്ല, എനിക്കുണ്ടോ ചായ? എന്റെ കൈപ്പുണ്യം ഒന്ന് അറിയണം. ഞാൻ തരാം, അവിടെ ഉള്ളൂ. അതെ, നീ കോളേജിലൊന്നും പോകുന്നില്ല? ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ്. ഞാൻ കോളേജിൽ പോകാറുണ്ടല്ലോ. ഞാൻ ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് മാമി ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. അപ്പൊ മാമി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ കൂട്ടുകാരല്ലേ. ഓ, അത് നല്ല ഐഡിയ ആണ്. എന്നാലും ഇവിടെ ഇരുന്ന് പഠിക്കാലോ. ഞാൻ പഠിക്കാറുണ്ട്. ബുക്കൊന്നും എടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ രാത്രി പഠിക്കാറുള്ളൂ. സത്യം. സത്യം പറ, നിന്റെ കയ്യിലിരിപ്പുണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കിയതാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ വിളിച്ച് ചോദിക്കും. മാമിക്ക് ജോലിക്കൊന്നും പോണ്ടേ? നൈറ്റ് ആണോ ഇപ്പം? എനിക്ക് നൈറ്റാ. അത് ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച ഡേ. അങ്ങനെയാ ഞങ്ങളുടെ ഡ്യൂട്ടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് 2000 രൂപ വേണോ? അല്ല അതല്ല, മാമിയുടെ യൂണിഫോം ഒന്ന് തരുമോ? എന്തിന്? ഫോട്ടോ എടുക്കാൻ. അല്ല, ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ ഒരു ഗമ്മയായിരിക്കും. ഓ, എന്തോ ഒരു ആഗ്രഹം. ഓ, എന്റെ ഫോൺ അടിക്കുന്ന ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുവാ. വന്നോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണ്ടേ? ഓ ഓ ശരി ശരി, എന്നാ ഓക്കെ. അളിയനാ. അളിയനോ? ആരുടെ അളിയൻ? ആ കുഞ്ഞളിയൻ. എന്റെ അളിയനോ? ആ, രവി അളിയൻ അല്ല, പിന്നെ എന്റെ ആങ്ങളാ ശ്രീകുട്ടൻ. ചെന്നൈന്ന് വന്നെന്ന്. ആണോ? ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാലേ അവന് നമ്മളോട് ദേഷ്യം കാണും. നമ്മുടെ കല്യാണത്തിന് അവന് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അമ്മ വയ്യാത്ത വരലായിരുന്നു അത്. അറിയില്ല ഞാൻ. എന്താ ഞങ്ങൾക്കാവും കുടി. എന്നാ പിന്നെ ഞാൻ എടി വേറൊരു വിശേഷമുണ്ട്. എന്താ? അത് പറയാം. അളിയൻ വരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. രവിളിയനില്ല, എന്റെ അളിയൻ. എന്റെ ആങ്ങള. ഓ, അവനും വകയിലൊരു അളിയനാണല്ലോ എന്റെ. വകയിലോ? അല്ല, അവനും അളിയനാ. അവൻ വരുന്നുണ്ട്. നല്ല കാര്യം. അവന് ചെന്നൈയില് വലിയ ആളാന്നാ എവള് പറയുന്നത്. ആണ് ആണ്. ശരി, എന്നാ ഇന്നാണോ വരുന്നേ? ഇന്ന് വരും. ഇന്ന് വരൂ? ആ, എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവൻ വരുമ്പോഴേ, അവനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. നമുക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അത് പിന്നെ രജിസ്റ്റർമാരെ ആകുമ്പോ അങ്ങനെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ അവന് ആദ്യമായിട്ട് ഇവിടെ വരിക. അപ്പൊ അവനെ നമുക്ക് നല്ലോലൊന്ന് ട്രീറ്റ് ചെയ്യണം. അതൊന്നും വേണ്ടെന്നേ. വേണം ശ്രീകു, അതൊക്കെ ഭയങ്കര ചെലവല്ലേ. അതൊക്കെ വേണം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരിക, അവനെ ട്രീറ്റ് ചെയ്യണം. അതിന്റെ ഒരു ചുമതലയാ. അതെ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. എവിടെ പോണ്? അപ്പുവിന് ചായ എടുക്കാം. ഈ വെറുതെ ഞൊട്ട എടുക്കരുത്. ആണോ? ആരടിച്ചൊടിച്ചതാ? അതെ, വിരല് കുത്തി കളർ ചെയ്തോണ്ടിരുന്നപ്പോ വിരലൊടിഞ്ഞാവുണ്ട്. വിരൽ കുത്തി കള്ള അതിങ്ങനെ ഇങ്ങനെ വിരല് കുത്തിയിട്ടേ. ഓ, അങ്ങനൊക്കെ അഭ്യാസങ്ങളുണ്ടല്ലേ. അപ്പഴേ അവൻ വരുമ്പോ നമുക്ക് അവൻ എന്തൊക്കെ കൊടുക്കണം? ചേട്ടന് ഇഷ്ടമുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാൻ തരാം. ആണോ? നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോ ചായ ഭയങ്കര പണിയിലാണല്ലോ.
ചായ കുടി. ഈ വണ്ടിയെ ആ. ഇന്ന് കൊടുക്കണം മക്കളെ, എനിക്കത് പ്രശ്നമാകും. അതല്ലേ ഈ വണ്ടി ഇത് എത്ര കാലം കൊണ്ട് അപ്പു ശരിയാക്കാൻ തുടങ്ങിയിട്ട് ആ, ഇതുവരെ കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ലേ? ഈ വണ്ടി ശരിയാക്കിട്ട് അപ്പൊ ചായ കുടിക്കുള്ളൂ. അല്ല അല്ലേ? ഓ അത് നോക്കട്ടെ, ഞാൻ കുടിച്ചോളാം. ആ ചായ ഇങ്ങടുത്തേക്ക്. അത് തണുത്ത് അവിടെ പച്ചവെള്ളമായിപ്പോ ഞാൻ കൊണ്ടുപോയി. എടി, ഞാൻ കുടിച്ചോളാം, നീ പോ എന്റെ വഴിയായി. ഓ അപ്പു ഞാൻ ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. ആ. അപ്പൊ എന്തിനാണ് ഈ അറിയാൻ മേലാത്ത പണിക്ക് പോണേ? അറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്ക്. 1000 രൂപ ആളെന്ന് മേടിക്കണം, 500 രൂപ അപ്പൂന് എടുക്കാലോ. 500 രൂപ പുള്ളിക്ക് കൊടുക്ക്. എന്നെ കൊച്ചാക്കല്ലേ കേട്ടോ. പോ. ആ. ആ ഇവിടെ പണി എടുപ്പിക്കുന്നു. അതുകൊണ്ട് ഉം. നമ്മളെ മണിക്കുട്ടൻ ഇവിടെ ഇല്ലേ? മാമ ഉണ്ട്. അവനെ പുറത്തൊന്നും കാണാനില്ല. കല്യാണം കഴിച്ചോടുകൂടി ഞാൻ അകത്ത് തന്നെ. അത് മാമനിപ്പോ ഫുൾ ടൈം റൊമാൻറ്റിക് മണിയല്ലേ. അവൻ പെൺകോന്തനായി അല്ലേ? ഒന്നും ഇടായിരുന്നു. മാമി കേക്കണ്ടല്ല, പിടിച്ച് ലോക്കപ്പ് ഇട്ടോളെ. ഓ പാടിയില്ല ജോലിയാക്കി. ഇവൻ 24 മണിക്കൂറും അവിടെ പാവാടയിൽ പിടിച്ചുകൊണ്ട് അടക്കുകയാണ്. എന്തൊരു എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ എല്ലാം എന്തൊരു കണ്ടാലും കാണാത്തോട്ട് പോവേ. എന്റെ പൊന്നപ്പൊ അവരിപ്പൊ കല്യാണം കഴിച്ചല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റേതായിട്ടുള്ള റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? അത്രേ ഉള്ളൂ. ശരി ശരി. അയ്യോ, ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞേ. എന്തൊരു മാമന്റെ അളിയൻ പറഞ്ഞു ഇങ്ങോട്ട്. അളിയനാ? മാമിയുടെ ഒരു സഹോദരനില്ല, ഒരു ചേട്ടൻ. ഓ ഓ ആ പുള്ളി വരെയാണ്. ഓഹോ. അപ്പൊ മാമി എന്തോ വിപുലമായി തയ്യാറാക്കുന്നു. വിപുലമായി തയ്യാറാക്കണ സദ്യ ആയിരിക്കും. സദ്യയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. മക്കളെ ചായ കുടിച്ചപ്പം എനിക്ക് എന്തപ്പോ നീ എന്റെ കയ്യിൽ ഇട്ടത് വയറ് പഞ്ചസാര തേയിലേ? ഇല്ല 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 ശരിയാവില്ല. ഞാൻ പഞ്ചസാരയാണല്ലോ ഇട്ടത്.